വെല്ലുവിളിച്ച് പാക് മത നേതാവ്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സൈന്യത്തിന്റെ പങ്കിനെ ചൊല്ലി വീണ്ടും ഒരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ജാമിയത്ത് ഉലമാ-ഇ ഇസ്ലാം മേധാവി മൗലാന ഫസ്ലുർ റഹ്മാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ നേരിട്ട് വെല്ലുവിളിച്ചു. നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ നിങ്ങളുടെ യൂണിഫോം അഴിച്ചുമാറ്റി തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ പ്രവേശിക്കൂ. അപ്പോൾ യൂണിഫോമിലുള്ളവർക്ക് എത്ര വോട്ടുകൾ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതുവരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിനെതിരായ ഏറ്റവും തുറന്ന വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു. 1953 ജൂൺ 19 ദേര ഇസ്മായിൽ ഖാനിൽ മൗലാന ഫസ്ലുർ റഹ്മാൻ ജനിച്ചു. പ്രശസ്ത ദിയോബന്ദി പുരോഹിതനും മുൻ മുഖ്യമന്ത്രിയുമായ മുഫ്തി മഹ്മൂദിന്റെ മകനാണ് അദ്ദേഹം. 1980 പിതാവിന്റെ മരണശേഷം അദ്ദേഹം ജാമിയത്ത് ഉലമാ-ഇ ഇസ്ലാമിന്റെ ചുമതല ഏറ്റെടുത്തു. പിന്നീട് പാർട്ടി പിളർന്നു. അദ്ദേഹം JUIF-നെ നയിച്ചു. 1988 ആദ്യമായി പാകിസ്ഥാൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് നിരവധി തവണ പാർലമെന്റ് അംഗമായി സേവനമനുഷ്ഠിച്ചു. ഫസ്ലുർ റഹ്മാൻ വളരെ കാലമായി അഫ്ഗാൻ താലിബാന്റെ പിന്തുണക്കാരനായി കണക്കാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നിരവധി മദ്രസകൾ താലിബാൻ നേതാക്കളെ പഠിപ്പിച്ചു. 2001 US അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശത്തെ അദ്ദേഹം എതിർക്കുകയും താലിബാനെ പിന്തുണച്ച് നിരവധി റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. 2021 താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം അഫ്ഗാൻ സർക്കാരിന് അന്താരാഷ്ട്ര അംഗീകാരം ആവശ്യപ്പെടുകയും താലിബാൻ നേതൃത്വവുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. പാകിസ്ഥാനിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുന്നതിനെ അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ടെങ്കിലും ബലപ്രയോഗത്തിലൂടെ ശരിയത്ത് നിയമം നടപ്പിലാക്കുന്നത് ഇസ്ലാമിന് എതിരാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ തെഹ്രീക് താലിബാൻ പാകിസ്ഥാനെതിരെ സൈനിക നടപടിയേക്കാൾ സംഭാഷണത്തിന് അദ്ദേഹം പലപ്പോഴും വാദിച്ചിട്ടുണ്ട്. രസകരമെന്ന് പറയട്ടെ, 2022 ഇമ്രാൻഖാൻ സർക്കാരിനെതിരായ വിജയകരമായ അവിശ്വാസ പ്രമേയത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാക്കളിൽ മൗലാന ഫസ്ലുർ റഹ്മാനും ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് അസീം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായി. എന്നിരുന്നാലും കാലക്രമേണ അവരുടെ ബന്ധം വഷളായി. ഇപ്പോൾ സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നെന്നും ബലൂചിസ്ഥാനിലെ സ്ഥിതി കൂടുതൽ വഷളാകുന്നുവെന്നും ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും ഫസ്ലുർ റഹ്മാൻ ആരോപിക്കുന്നു. പാകിസ്ഥാൻ ഇതിനകം തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും ബലൂചിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന കലാപവും സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്ന സമയത്താണ് പുരോഹിതന്റെ പ്രസ്താവന വരുന്നത്. സൈന്യത്തിനും സ്വാധീനമുള്ള ഒരു ഇസ്ലാമിക നേതാവിനുമിടയിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം പാകിസ്ഥാനിൽ പുതിയ രാഷ്ട്രീയ ചലനാത്മകത സൃഷ്ടിച്ചേക്കാമെന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.